ടോണിക്കുട്ടി, ഇന്നലെ രാത്രിയിലത്തെ ഉറക്കം തീരെ ശരിയായില്ല. മനസ്സാകപ്പാടെ അസ്വസ്ഥമായിരുന്നു. അതെയോ? എനിക്ക് നല്ല ഉറക്കം കിട്ടിയില്ലപ്പ. എന്തോ ഒരു ദുസ്വപ്നം എന്നെ മനസ്സിനെയും വല്ലാതെ അലട്ടുന്നു. എന്താണോ ആവോ? സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ. എന്റെ പൊന്നുമോനെ, ഡാഡി, തലമുറകൾക്ക് കഴിയാനുള്ളത് ഞാൻ ഉണ്ടാക്കി തന്നിട്ട് അതൊന്നും അനുഭവിക്കാതെ നീയും ഇങ്ങെത്തിയോ? എല്ലാം കൈവിട്ടുപോയി ഡാഡി. ഇന്നലെ രാത്രിയിൽ ഒരു വലിയ ഉരുൾപൊട്ടലിൽ എല്ലാം തകർന്നു. നമ്മുടെ വീടും ഫാക്ടറിയും ബിൽഡിങ്സും എല്ലാം. ഒരുപാട് പേര് മരിച്ചു. അതില് ഞാനും പെട്ടുപോയി. ഉരുൾപൊട്ടലോ? നമ്മുടെ നാട്ടിലോ? അതെ അപ്പച്ച, നമ്മുടെ നാട്ടില് നമ്മുടെ പാറമടയിൽ തന്നെയാ ഉരുൾപൊട്ടിയത്. അതെങ്ങനെയാ? ഗവൺമെന്റിന്റെ നിയമങ്ങൾ ലംഘിച്ചും ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തുമൊക്കെയല്ലേ അവിടെ പാറ പൊട്ടിച്ചുകൊണ്ടിരുന്നത്. ശക്തിയേറിയ കെമിക്കൽസ് ഉപയോഗിച്ച് പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ദൂരവ്യാപകമായ ഒരുപാട് പ്രത്യാഘാതങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പല പഠന റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്നാലും ഡാഡിയുടെ പണത്തിന് മീതെ പറക്കാൻ ഈ നിയമങ്ങൾക്കോ റിപ്പോർട്ടുകൾക്കോ പറ്റില്ലായിരുന്നു. എന്റെ ഭൂമി എന്തു ചേലായിരുന്നു കാണാൻ. അന്നത്തെ മനുഷ്യർ ഭൂമിയെ എത്രയധികം കരുതിയിരുന്നു. കണ്ണെത്താ ദൂരത്തോളം നെൽപ്പാടങ്ങൾ, നിരനിരയായ തെങ്ങിൻ തോപ്പുകൾ, കുളവും നദിയും, പിന്നെ തൊടിയിലോട്ടൊന്നിറങ്ങിയാൽ തുമ്പയും തെച്ചിയും, അങ്ങനെ എത്ര തരം പൂക്കളാ. ഒന്നുമില്ലേലും കുടുംബങ്ങൾ തമ്മിൽ സ്നേഹത്തോട് കഴിയുന്നത് കാണാൻ തന്നെ എന്തു രസമാ. എത്ര സന്തോഷത്തോടെയാ ഞാനും നീയും ഒക്കെ അവിടെ ജീവിച്ചത്. മോനെ, എന്തൊക്കെയാ ഇന്നലെ അവിടെ നടന്നത്? ഡാഡി, അത് മണ്ണ് നശിച്ചു. ഞാൻ എല്ലുമുറിയ പണിയെടുത്ത് പൊന്നുവിളയിച്ച മണ്ണായിരുന്നു അത്. 10-15 പേർക്ക് അഷ്ടിക്കുള്ള വക ആ മണ്ണിൽ നിന്ന് കിട്ടുമായിരുന്നു. ആ തെക്കേപ്പുറത്തെ പാറക്കെട്ടിൽ നിന്ന് ഊറി വരുന്ന വെള്ളത്തിന്റെ സ്വാദ് ഇപ്പോഴും എന്റെ നാവില്. ടോണിക്കുട്ടി, ആ സ്ഥലമൊക്കെ നീ എന്താടാ ചെയ്തത്? അപ്പച്ചന്റെ കാലത്ത് പാടത്ത് കൃഷി ഇറക്കി ജീവിച്ചതുപോലെ ഇവരാരും ചെയ്യില്ല. എന്റെ മക്കൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്ന് കരുതി ഞാനും കുറെ കാര്യങ്ങൾ ചെയ്തു. എന്റെ മക്കളുടെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടിയാണ് ഇക്കണ്ട സുഖസൗകര്യങ്ങളൊക്കെയും നേടിക്കൊടുത്തത്. എന്നിട്ടും വല്യപ്പച്ച, എന്റെ സുന്ദരമായ ഭാവിക്ക് വേണ്ടി എന്നും പറഞ്ഞ് ഡാഡി ചെയ്തതൊന്നും അത്ര നല്ല കാര്യങ്ങളായിരുന്നില്ല. വിവേകമില്ലാതെ പ്രകൃതിയെ ചൂഷണം ചെയ്തു. അത് പരിഹാരമില്ലാത്ത പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ഇപ്പോ പൊന്മുട്ടയിടുന്ന താറാവിന്റെ കഥ പോലെ ആയില്ലേ കാര്യങ്ങളൊക്കെ. ഞാൻ പ്രകൃതിയോട് എന്തു തെറ്റ് ചെയ്തെന്നാ നിങ്ങൾ പറയുന്നേ? ആ പാറക്കെട്ടിനെ നമ്മുടെ പ്രദേശത്തുള്ള ഏറ്റവും വരുമാനമുള്ള ഒരു ക്വാറിയാക്കി മാറ്റി.
മരങ്ങൾ വെട്ടിമാറ്റി 10 നിലയുള്ള 2 ഫ്ളാറ്റുകൾ പണിതു. നെൽകൃഷി കൊണ്ട് കാര്യമായ വരുമാനമില്ലാത്തതുകൊണ്ട് പാടം നികത്തി അവിടെ ഒരു ഫാക്ടറി പണിതു. കുടുംബത്തിനൊരു സ്ഥിര വരുമാനം ഉണ്ടാകാനല്ലേ ഞാൻ ഇതെല്ലാം ചെയ്തത്. ഡാഡി ഇപ്പോഴും പറയുന്നത് സ്വന്തം ന്യായങ്ങളാണ്. പക്ഷേ ഇതൊക്കെ അനുഭവിക്കാൻ ഞാൻ ഇന്ന് ഭൂമിയിലില്ലല്ലോ. പിന്നെ ഈ വാരിക്കൂട്ടിയ സമ്പാദ്യങ്ങളൊക്കെ ആർക്കു വേണ്ടിയാണ് ഡാഡി? ആ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ചെയ്തതൊക്കെ ശരിയാണെന്ന് എല്ലാവരും പറയുമായിരുന്നില്ലേ? ഇല്ലേ ഇല്ല. പ്രകൃതി വിഭവങ്ങൾ എന്തുപയോഗിക്കുമ്പോഴും വരും തലമുറയ്ക്ക് കൂടി അത് അവകാശപ്പെട്ടതാണെന്ന് ഓർക്കണം മോനെ. നിന്റെ അത്യാർത്തിയുടെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വന്നത് നമ്മുടെ ഈ ഇളം തലമുറ കൂടിയല്ലേ? ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുവാനുള്ള ശ്രമത്തിനിടയിൽ ചെയ്യുന്ന കാര്യങ്ങളുടെ ശരിയും തെറ്റും ഞാൻ ചിന്തിച്ചില്ല. ഇനിയും പരിതപിച്ചിട്ട് എന്ത് കാര്യം?